Hello students, welcome to Easy Learning with Suvida. Here is an article by Satyajit Ray, one of the greatest filmmakers, on how he managed to shoot the scenes of a film which included a tiger. അപ്പോൾ ഇവിടെ ബംഗാളിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഫിലിം മേക്കറാണ് സത്യജിത് റേ. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളാണിത്. ഇതിൽ അദ്ദേഹം ഒരു ടൈഗറിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്തു. അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, ആ സീൻസൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ പ്രൊജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇവിടെ സത്യജിത് റേയുടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ഒരു ബംഗാളി ഡയറക്ടറാണ്. ഓക്കെ, പ്രൊജക്റ്റ് ടൈഗർ. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ്സ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. മൃഗങ്ങളെ കൊണ്ട് സിനിമയെടുക്കുമ്പോൾ ഹോളിവുഡ് സിനിമകളെ വെല്ലാൻ മറ്റൊരു ഇൻഡസ്ട്രിക്കും കഴിയില്ല. കാരണം അത്രത്തോളം പെർഫെക്റ്റായിട്ടാണ് ഹോളിവുഡിൽ ആനിമൽസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫിലിം മേക്ക് ചെയ്യുന്നത്. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. അപ്പോൾ അങ്ങനെ മൃഗങ്ങളെ കൊണ്ട് ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ മൃഗങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സത്യജിത് റേ തൻ്റെ ചെറുപ്പത്തിൽ കണ്ട കുറച്ച് ഫിലിംസ് ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അവയിൽ ഒരു കാണാറുള്ള ഒരു നായയായിരുന്നു, ഒരു അൽസേഷ്യൻ ബ്രീഡായിരുന്നു റിൻ ടിൻ ടിൻ. അതിൻ്റെ പേരാണ് റിൻ ടിൻ ടിൻ. അത് അൽസേഷ്യൻ ബ്രീഡാണ്. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഒരു മനുഷ്യൻ അഭിനയിക്കുന്നതിനേക്കാൾ ഇംപ്രസീവായിട്ട്, ഭംഗിയായിട്ട് ഈ നായ അഭിനയിക്കുമായിരുന്നു. ലേറ്റർ വി ഗോ ടു സീ 3 or 4 other films with a collie called Lassie. അതിനുശേഷം 3-4 ഫിലിംസും കൂടി കണ്ടിരുന്നു. അതിൽ കോളി ബ്രീഡിലുള്ള ലാസി എന്ന ഒരു നായയെ അദ്ദേഹം കണ്ടതായി ഓർക്കുന്നു. ഇറ്റ് സീം ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. അതിൽ ഡയറക്ടർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലാസി എന്ന ഈ നായ അല്ലെങ്കിൽ ഈ ഡോഗ് അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ദീസ് ട്രെയിൻ ഡോഗ്സ് വെർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ്. അപ്പോൾ തങ്ങളുടേതായിട്ടുള്ള ഫീൽഡിൽ ഈ നായകൾ, ഈ ഡോഗ്സ് വളരെ ഫേമസ് സ്റ്റാർസ് ആയിരുന്നു. അല്ലെങ്കിൽ അത് അഭിനയിക്കേണ്ട എല്ലാ തരത്തിലുള്ള പാഠവും ആ നായകൾക്കുണ്ടായിരുന്നു. തങ്ങളുടെ ക്യാരക്ടർ ഭംഗിയായി അത് നിർവഹിച്ചിരുന്നു. ആൻഡ് ദ മണി ദേ ഏൺ വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. അതുപോലെ തന്നെ ഒരു റിയൽ ഫിലിം സ്റ്റാർ വാങ്ങിക്കുന്ന അത്രയും തന്നെ പ്രതിഫലം ഈ ഡോഗ്സും ഏൺ ചെയ്തിരുന്നു. ദ ഓണേഴ്സ് കുഡ് ഈസിലി മേക്ക് ആസ് മച്ച് ആസ് 100,000 rupees ഫ്രം ജസ്റ്റ് വൺ ഫിലിം. ഒരൊറ്റ ഫിലിമിൽ നിന്ന് തന്നെ ആ ഡോഗ്സിൻ്റെ ഓണേഴ്സ് 100,000 rupees വരെ ഏൺ ചെയ്യുമായിരുന്നു. അത്രത്തോളം പ്രതിഫലം ഈ ഡോഗ്സിന് ലഭിക്കുമായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന പ്രതിഫലം 100,000 ആവുമ്പോൾ എത്രത്തോളം വാല്യൂ ഫിലിംസിൽ ഈ ഡോഗ്സിനുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാം. ഓക്കെ, I realized how reverently these animals' actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം റിയലൈസ് ചെയ്യുകയാണ്. അദ്ദേഹം ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോ, ഫേമസ് ആയിട്ടുള്ള ഡിസ്നി സ്റ്റുഡിയോയിൽ 20 years ago, 20 വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എത്രത്തോളം എത്രത്തോളം റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് അവിടെ ഈ ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. വളരെ ബഹുമാനം അവയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റിയൽ ആക്ടറിന് കൊടുക്കുന്ന അത്രയും തന്നെ ബഹുമാനം ഈ ആനിമൽ ആക്ടേഴ്സിന് ഈ ഹോളിവുഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം അവയ്ക്ക് അത്രത്തോളം പ്രതിഫലവും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബഹുമാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അതിൻ്റെ അഭിനയ പാഠവും അത്രയും തന്നെയുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സാണ്. അതുകൊണ്ടാണ് ഈ അനിമൽ ആക്ടേഴ്സിനൊക്കെ വളരെ ബഹുമാനം ഈ ഹോളിവുഡ് ഫിലിംസിൽ ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. അപ്പോൾ ഇദ്ദേഹം ഈ ഷൂട്ടിങ് കാണാൻ പോയ ആ ചിത്രത്തിലെ മെയിൻ ക്യാരക്ടർ ഒരു വലിയ ഡോഗായിരുന്നു. ഐ റീച്ച് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോ യെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ക്യാമറാമാൻ ലൈറ്റ്സൊക്കെ റെഡിയാക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്, ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ where they will stand in a particular shot. അപ്പോൾ അതൊരു കസ്റ്റമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റെഗുലർ പ്രോസസ്സായിരുന്നു. ഈ ക്യാമറാമാൻ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ആക്ടേഴ്സൊക്കെ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. കാരണം ഈ ആക്ടേഴ്സ് എങ്ങനെ നിൽക്കണം, എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പർട്ടിക്കുലർ ഷോട്ടിന് അവരെങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്ന കാര്യം ക്യാമറാമാനാണ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നടക്കുമ്പോൾ ഈ ആക്ടേഴ്സൊക്കെ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. In the case of very famous stars, this job is done by the stand-ins. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്പാണ്. അപ്പോൾ ഇതുപോലെ ഈ പ്രസൻ്റ് ആകേണ്ട ഈ ക്യാമറാമാൻ ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ പ്രസൻ്റ് ആകേണ്ട ആ സമയത്ത്, ആക്ടേഴ്സ് പ്രസൻ്റ് ആകേണ്ട സമയത്ത് ഈ ഫേമസ് സ്റ്റാർസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ചെയ്യേണ്ടത്, ആ ഡ്യൂട്ടി ചെയ്യേണ്ടത് അവരുടെ സ്റ്റാൻഡിൻസ് ആണ്. ഡ്യൂപ്സാണ് ആ സമയത്ത് പ്രസൻ്റ് ആവുന്നത്. A stand-in is usually a person who is physically similar to the real star. നമുക്കറിയാം ഡ്യൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ സ്റ്റാറിൻ്റെ അതേ ഫിസിക്കൽ സിമിലാരിറ്റീസ് ഉള്ള ആളെയാണ് ഡ്യൂപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ സ്റ്റാൻഡിൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാറിനെ ഫിസിക്കൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്ന പേഴ്സണെയാണ് സ്റ്റാൻഡിൻ അല്ലെങ്കിൽ ഡ്യൂപ്പ് എന്ന് നമ്മൾ പറയാറ്. The stars themselves arrive only when the lights are ready and it is time to take a shot. അപ്പോൾ ഈ സ്റ്റാൻഡിൻസ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ റിയൽ സ്റ്റാർസ് എപ്പോഴാണ് വരിക? ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് റെഡി ആയതിനു ശേഷം, അതായത് ഒരു ഷോട്ട് എടുക്കേണ്ട ടൈമിൽ മാത്രമേ റിയൽ സ്റ്റാർസ് അപ്പിയർ ചെയ്യുകയുള്ളൂ. Here is in Disney Studio, I noticed that a few actors were moving about in the set. അപ്പോൾ ഇദ്ദേഹം ആ ഷൂട്ടിങ്ങിന് ആ ഫിലിമിൽ പോയപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിൽ അദ്ദേഹം നോട്ടീസ് ചെയ്തു കുറച്ച് സ്റ്റാർസൊക്കെ ആ സെറ്റിൽ അങ്ങോട്ടേക്ക് വന്നു, അതായത് ഈ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് വന്നു. ആൻഡ് ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രോട്ടഗോണിസ്റ്റ്, ദ സെയിം ലാർജ് ഡോഗ്. പക്ഷേ ഒരു സൈഡിൽ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്, അതായത് ഈ ലാർജ് ഡോഗ് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഈ ആക്ടേഴ്സിൽ നിന്നൊക്കെ മാറി ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നു. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരി വൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ് ബട്ട് ദ ഡോഗ് റിമൈൻഡ് വെയർ ഇറ്റ് വാസ്. അപ്പോൾ ക്യാമറാമാൻ എല്ലാവരോടും ഷൗട്ട് ചെയ്യുകയാണ്, ദേഷ്യപ്പെടുകയാണ്, എല്ലാവരോടും അവരുടെ പൊസിഷൻസൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ലാർജ് ഡോഗ് അവിടെ തന്നെ എവിടെയാണോ നിന്നത്, റിമൈൻഡ് വെയർ ഇറ്റ് വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. ദിസ് പസിൽഡ് മീ. അതെനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നി. കാരണം ക്യാമറാമാൻ എല്ലാ ആക്ടേഴ്സിനെയും വഴക്ക് പറയുകയാണ്, അവരോടൊക്കെ ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട് അവരുടെ പൊസിഷൻസൊക്കെ. പക്ഷേ ഈ ലാർജ് ഡോഗ് അവിടെ നിന്ന് മാറുന്നതേയില്ല. Could it be that it was not recorded in the next shot? എനിക്ക് തോന്നി ഇനി അടുത്ത എടുക്കാൻ പോകുന്ന ഷോട്ടിൽ ഈ ഡോഗിൻ്റെ ആവശ്യമില്ലേ, അതുകൊണ്ടായിരിക്കുമോ ഇത് തൻ്റെ പൊസിഷനിൽ നിന്ന് മാറാത്തത്. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. എനിക്ക് ആ കാര്യമൊന്ന് അറിയണമായിരുന്നു. ഞാനത് ആരുടെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി അവിടെ ഒരു സ്ട്രേഞ്ച് തിങ് ഉണ്ടായി. എന്ന് വെച്ചാൽ എന്താണ്? അപരിചിതമായ ഒരു കാര്യം സംഭവിച്ചു.
From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. അപ്പോൾ ഒരു ഡാഫായിട്ടുള്ള ഒരു ലിറ്റിൽ ഡാഫ്, ഒരു ചെറിയ കുള്ളൻ മനുഷ്യൻ അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് വേറൊരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. അതായത് കുള്ളൻ മനുഷ്യനെ ഫോളോ ചെയ്തുകൊണ്ട് വേറൊരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ഹെയറി ഡോഗ് സ്കിൻ, ഒരു പട്ടിയുടെ ഒരു നായയുടെ സ്കിന്ന്, ഹെയറി ആയിട്ടുള്ള സ്കിന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal. അപ്പോൾ അതിനുശേഷം എൻ്റെ ക്യൂരിയോസിറ്റി, എൻ്റെ ഒരു ആകാംക്ഷയോടെ ഞാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണ്, ഈ ഡാഫായിട്ടുള്ള ഈ കുള്ളൻ മനുഷ്യൻ കൈയും കാലും ഒക്കെ ഫ്ലോറിൽ അമർത്തിക്കൊണ്ട്, അവിടെ ഒരു ചോക്ക് മാർക്കുണ്ട്, ആ സ്ഥലത്ത് തന്നെ കൈയും കാലും ഒക്കെ നിലത്തമർത്തിക്കൊണ്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ, ഒരു മൃഗത്തെ പോലെ എനിക്ക് അപ്പോൾ തോന്നി. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് റാപ്ഡ് ഓവർ ഹിം. അതിനുശേഷം ആ കൊണ്ടുവന്ന ഡോഗ് സ്കിന്ന് ആ കുള്ളൻ മനുഷ്യൻ്റെ ദേഹത്തൂടെ ചുറ്റുകയാണ്. ഓക്കെ. ദെൻ ഹി ക്രൗൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ. അതിനുശേഷം ഈ ഡാഫ് മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു മൃഗത്തെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുകയാണ്, അല്ലെങ്കിൽ ചാടുകയാണ്. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. അതിനുശേഷം ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. It finally dawned upon me that this dwarf was paid to be the dog stand-in. അവസാനമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ഡാഫ്, ഈ കുള്ളൻ മനുഷ്യൻ ആരാണ്? ഈ ഡോഗിൻ്റെ സ്റ്റാൻഡിനാണ്, ഡ്യൂപ്പാണ്. എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് ഫിലിംസിലെ എല്ലാ മൃഗങ്ങളും നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മൃഗങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു നായയെയോ അല്ലെങ്കിൽ ഒരു കുതിരയോ ഒക്കെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസിനെ, വലിയ പ്രാവുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ് ദം. 1 or 2 അല്ല, 100ഓളം പ്രാവുകളെ ട്രെയിൻ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. പക്ഷേ ഇതുപോലും ഹോളിവുഡ് ഫിലിംസിൽ പോസിബിളാണ്, നടക്കുന്ന കാര്യമാണ്. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അപ്പോൾ ഹോളിവുഡിലെ സസ്പെൻസ് ഫിലിമുകളുടെ രാജകുമാരനാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഈ കാര്യവും, ഏതാണ്, ഈ ട്രെയിൻഡ് റാവൻസ് എന്ന ആ ഒരു സങ്കല്പവും അല്ലെങ്കിൽ ആ ഒരു കാര്യവും അദ്ദേഹം പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കോൾ ബേർഡ്സ്. അദ്ദേഹം ബേർഡ്സ് എന്നൊരു സിനിമ മേക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. അപ്പോൾ ഇതിൽ ഈ ബേർഡ്സ് എന്ന സിനിമയിലെ സ്റ്റോറി എന്നത് ലോകത്തിലെ എല്ലാ ബേർഡ്സും ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ കഥ. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് ഒരുപാട് ബേർഡ്സിനെ ആവശ്യമായിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്കോർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. പക്ഷേ അതിലേറ്റവും ആവശ്യമായി, ലാർജസ്റ്റ് നമ്പർ, അതിലേറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസിനെ ആയിരുന്നു. നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ asking people to contact the filmmaker if they knew how to get hold of trained ravens. അപ്പോൾ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 100 കണക്കിന് ട്രെയിൻഡ് റാവൻസിനെ ആവശ്യമാണെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ പ്രസ്സിലും നോട്ടീസസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ട്രെയിൻഡ് റാവൻസ് ഉള്ളവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവരോ ഫിലിം മേക്കറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, എന്നിട്ട് റാവൻസിനെ കൊണ്ടുവരണമെന്ന്. ഓക്കെ. സംവൺ റിപ്ലൈഡ് വിത്ത് എ ഫ്യൂ ഡേയ്സ്.
അപ്പോൾ ഒരാൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിന് റിപ്ലൈ കൊടുത്തു. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ് ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റാവൻസ്. അപ്പോൾ തൻ്റെ കയ്യിൽ ട്രെയിൻഡ് റാവൻസ് ഉണ്ട് എന്ന് ഒരാൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി കൊടുത്തു. അതിനനുസരിച്ച് ഈ ബേർഡ്സിനെ കൊണ്ടുവരാൻ ഹിച്ച്കോക്ക് ആവശ്യപ്പെടുകയും അദ്ദേഹം ഒരു 100 റാവൻസിനെ 100ഓളം ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസിനെ കൊണ്ടുവരികയും ചെയ്തു. അഡ്മിറ്റഡ്ലി ദർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. ഒരു കാര്യം പറയാതെ വയ്യ, അവരുടെ ട്രെയിനിങ്, ഈ റാവൻസിനെ വെച്ചിട്ടുള്ള അയാളുടെ ട്രെയിനിങ് അത്ര മോശം ആയിരുന്നില്ല. ദാറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബീൻ സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി. പക്ഷേ വളരെ ആ റാവൻസിൻ്റെ ആക്ടിങ് എന്നത് എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? അപ്പോൾ അത്ര വലിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എങ്കിലും അത്യാവശ്യം നന്നായി ട്രെയിൻ ചെയ്ത റാവൻസ് ആയിരുന്നു അത് പറയാൻ കാരണം ഈ ട്രെയിനർ പറയുന്ന കമാൻഡിനനുസരിച്ച് ഒരു 50ഓളം റാവൻസ് പെട്ടെന്ന് തന്നെ ഒരു ലൈൻ ബൈ ലൈനായിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്പോട്ടിൽ ഒരു സ്ഥലത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പേർച്ച് ചെയ്ത് ഇങ്ങനെ ലൈനായിട്ട് പേർച്ച് ചെയ്ത് ഒരേ സമയം വന്ന് ഇരിക്കുക എന്നുള്ളത് കുറച്ച് ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര ബോറല്ലായിരുന്നു, അല്ലെങ്കിൽ അത്ര ബാഡല്ലായിരുന്നു അവരുടെ ട്രെയിനിങ്. കാരണം ഒരേ സമയം ഈ കമാൻഡിനനുസരിച്ച് പറന്നു വന്ന് ലൈനായിട്ട് ഇങ്ങനെ 50ഓളം റാവൻസ് ഇരിക്കുക എന്നുള്ളത് അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള റാവൻസിനെ പറ്റുകയുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഇമ്പ്രസീവ് അല്ലേ. നീഡ്ലെസ് ടു സേ അവർ ഓൺ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. ഒരു സംശയമില്ലാതെ പറയാം, എന്താണ്, നമ്മുടെ സ്വന്തം കൺട്രിയിൽ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിൽ ലഭിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം അല്ല. പക്ഷേ ഹോളിവുഡിൽ അത് പറ്റും. Although some films have been made in Bombay and Madras that involve working with elephants, horses and tigers. പക്ഷേ ബോംബെയിലും മദ്രാസിലും ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള എലഫൻസ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സിനെ വെച്ച് ഫിലിം ചെയ്യാറുണ്ട്. അവ ഇൻവോൾവ് ആയിട്ടുള്ള ഫിലിംസൊക്കെ എടുത്തിട്ടുണ്ട്. ദർ പെർഫോമൻസസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ്. അപ്പം അവയും എന്ത് ചെയ്യാറുണ്ട്, ഈ കമാൻഡ്സൊക്കെ ഒബേ ചെയ്യാറുണ്ട്, ഈ ട്രെയിനർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാറുണ്ട്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലേവർ ഡോഗ്സ്. അതുപോലെ ബംഗാളിൽ ക്ലേവറായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ഡോഗ്സിനെ കിട്ടാറുണ്ട്. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. എക്സ്പെഷ്യലി എടുത്തു പറയാവുന്നത് ഈ പോലീസ് ഡോഗ്സാണ്. അത് കുറച്ചുകൂടി ബുദ്ധിയുള്ള ഡോഗ്സാണ്. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Bhulo in Pader Panchali. അപ്പോൾ ഈ ട്രെയിനർ ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആനിമൽസിൽ നിന്നും ഗുഡ് പെർഫോമൻസസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ക്ഷമാശീലം വേണമെന്ന് മാത്രം. അതുപോലെ ഇവർ മാനേജ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പതേർ പാഞ്ചാലി എന്ന നമ്മുടെ സത്യജിത് റായയുടെ ഒരു ബംഗാളി ഫിലിമാണ് പതേർ പാഞ്ചാലി. അതിലെ ഭൂലോ എന്ന നായയും ഇവരിതുപോലെ പേഷ്യൻ്റോടുകൂടി ട്രെയിൻ ചെയ്തെടുത്ത ഒരു നായയാണ്. അപ്പോൾ പതേർ പാഞ്ചാലിയിൽ ഈ ഭൂല എന്ന നായയും ഇവരിതുപോലെ തന്നെ വളരെ ക്ഷമാശീലതയോടുകൂടി ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, അഭിനയിപ്പിച്ചിട്ടുണ്ട്. എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. അപ്പോൾ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടൊന്നുമല്ല, ഇമ്പോസിബിളും അല്ല, നടക്കാത്ത കാര്യമൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ ഫിലിം. പക്ഷേ
ഒരാൾക്ക് തൻ്റെ ഫിലിമിൽ ഒരു ടൈഗറിനെയാണ് ഇതുപോലെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു ടൈഗറിനെയാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യും? വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. ഞങ്ങൾ ഇങ്ങനെയൊരു പ്രശ്നത്തെ കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നു. എങ്ങനെയൊരു പ്രശ്നത്തെ കൂടി? ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടൈഗറിനെ കൂടി ഉൾപ്പെടുത്തിയ ഒരു സിനിമ എടുക്കേണ്ടി വന്നു. വെൻ വി വെർ ഷൂട്ടിംഗ് ഗൂപി ഗൈന ഭാഗ ബൈന. അപ്പോൾ ഇവർ ഗൂപി ഗൈന ഭാഗ ബൈന എന്നൊരു ഫിലിം സത്യജിത് റേ ഷൂട്ട് ചെയ്തു. അതിലാണ് ഇങ്ങനെയൊരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യേണ്ടി വന്നത്. അതിൽ ഒരു ടൈഗറിന് ആവശ്യമായിരുന്നു. ഇൻ ദ ഫിലിം Guppy, who is banished by the king wanders in the forest, meets Bhaga, who is also been banished. അപ്പോൾ ഈ സിനിമയിൽ ഗൂപ്പി എന്ന കഥാപാത്രം ഈ കിങ് വാൻഡേഴ്സിന് ഫോറസ്റ്റിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഗൂപ്പി. അതുപോലെ തന്നെ അതിനു മുമ്പേ ഈ ഭാഗ എന്നൊരു മറ്റൊരു വ്യക്തിയെയും ഇതുപോലെ തന്നെ കാട്ടിലേക്ക് നാടുകടത്തിയിട്ടുണ്ടായിരുന്നു രാജവിധി പ്രകാരം. അപ്പോൾ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നതാണ് ഈ കഥയിൽ. ദി സീ എ ടൈഗർ ആൻഡ് ഫ്രേസ്. അപ്പോൾ ഇവർ ഒന്നിച്ച് ഒരു ടൈഗറിനെ കാണുന്നു. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് എബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. പക്ഷേ ഈ ടൈഗർ എന്ത് ചെയ്യുകയാണ്? പതുക്കെ ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. അപ്പോൾ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഈ ഗൂപ്പിയും ഭാഗയും ഈ ടൈഗറിനെ കാട്ടിൽ വെച്ച് കാണുമ്പോൾ അവർ ഫ്രീസായിട്ട് നിൽക്കുകയും, എന്നാൽ ഈ ടൈഗർ അവരെ കണ്ടിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യാണ്ട് ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തിയാണ്, അത് നടന്ന് നീങ്ങുകയാണ്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ആ സീൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് അത് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി, ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ബട്ട് വെർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. പക്ഷേ ഒറ്റ കാര്യമേ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ. എവിടെ നിന്നാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടൈഗറിനെ കിട്ടുക? ദ ഒബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വെർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. അപ്പോൾ ഒരു കാര്യം ഇദ്ദേഹത്തിന് ഉറപ്പാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കിട്ടണമെങ്കിൽ ഒരു സർക്കസ് കമ്പനിയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അവിടെയാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് മാത്രമേ ഇങ്ങനെയൊരു കാര്യത്തിന്, അതായത് അഭിനയിക്കണം, അതുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടൈഗറിനെയാണ് ഇദ്ദേഹത്തിന് ആവശ്യം. അപ്പോൾ സർക്കസ് കമ്പനീനെ കോൺടാക്റ്റ് ചെയ്യാൻ ഇദ്ദേഹം തീരുമാനിച്ചു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം, ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്ക് സ്ക്വയർ. അപ്പോൾ മാർക്ക് സ്ക്വയറിലുള്ള ഒരു സർക്കസ്, ഭാരത് സർക്കസ് എന്ന ഒരു കമ്പനിയിൽ, കൽക്കട്ടയിലെ ഭാരത് സർക്കസ് എന്ന കമ്പനിയിൽ ഇതുപോലൊരു ട്രെയിൻഡ് ആനിമൽസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ച് ഈ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ടൈഗറിനെ കിട്ടുമോ എന്ന് വിളിച്ച് ചോദിക്കുകയാണ്. മാർക്ക് സ്ക്വയറിലാണ് ഭാരത് സർക്കസ് ഉള്ളത്. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഒരാളെ, ആ ഭാരത് സർക്കസിൻ്റെ മാനേജർ, തമിഴ് മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു, ഒരാളെ വിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മാനേജറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. ഞങ്ങളെ അദ്ദേഹം നന്നായി തന്നെ സ്വീകരിച്ചു. അതിനുശേഷം ഒരു സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ ഔ വിസിറ്റ്. മാനേജർ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, ഞങ്ങൾ പറഞ്ഞു കേട്ടു. ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. അതിനുശേഷം തൊറാട്ട് എന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഞങ്ങളെ വിട്ടു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അതിനുശേഷം എങ്ങോട്ടാണ്? റിംഗ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹവും ആരാണ്? ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. വെരി വെൽ ബിൽറ്റ് വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അപ്പോൾ അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നേപ്പാളിയുടെ ലുക്കാണ്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന് 40 വയസ്സിൽ കൂടുതൽ എന്തായാലും ഇല്ല. ഹി ഷോഡ് എസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈമുട്ടിൻ്റെ അവിടുത്തെ ഒരു ചെറിയ പാട് കാണിക്കുകയാണ്. കുറേ നാളത്തെ മുമ്പുള്ളൊരു പാടാണ്. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അതൊരു ടൈഗർ കാരണമാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ ഒരു പാട് കാണിച്ചു. വി ടോൾ ഹിം വാട്ട് വി വാണ്ടഡ്. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷൂരി ഇൻ ബീർഭൂം. അപ്പം ഷൂട്ടിങ് ബീർഭൂമിനടുത്തുള്ള ഷിയൂരിയിലാണ്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബൂ ഗ്രൂവ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബാംബൂ ഗ്രൂവിൽ ഒരു മുളങ്കാടിനുള്ളിലാണ് ഈ ടൈഗറിനെ കാണേണ്ടത്. അതാണ് ഷോട്ട്. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബൂ ഗ്രൂവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, pace gently for a while, look at the camera if possible, and then go back. അപ്പോൾ എല്ലാ ആനിമൽസും കാടാണ് പ്രമേയം. അപ്പോൾ എല്ലാ ആനിമൽസും ഈ ബാംബു ഗ്രൂവിൽ നിന്ന് വെളിയിലേക്ക് വരണം, ഓപ്പൺ സ്പേസിലേക്ക് വരണം. അതുപോലെ തന്നെ കുറച്ച് നേരം അവിടെ നിൽക്കണം. പറ്റുമെങ്കിൽ ക്യാമറയിലേക്കൊന്ന് നോക്കണം. അതിനുശേഷം തിരിച്ചു പോകണം. ഇതാണ് സീൻ. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? മിസ്റ്റർ തൊറാട്ട് നോഡഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാരത് സർക്കസിന് ഇത് പറ്റുമോ? ഒരു ഭാരത് സർക്കസിലെ ഒരു ടൈഗറിന് ഇത് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്യുകയാണ്? നോഡ് തല ഇങ്ങനെയാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ആസ്ക്ഡ് ദ മാനേജർ. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര സമയത്തേക്കാണ് ഇതിനെ ആവശ്യം വരിക? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കപ്പിൾ ഓഫ് അവേഴ്സ്, ഒരു 2 മണിക്കൂർ മതിയാവും. ഐ റിപ്ലൈഡ്, ഞാൻ പറഞ്ഞു. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷൂരി. പക്ഷേ ഷൂരിയിൽ നിന്ന് ഇങ്ങോട്ടും ഷൂരിയിലേക്കുമുള്ള ടൈമും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ കപ്പിൾ ഓഫ് ടൈംസ് മതിയെങ്കിലും ഇവിടെ നിന്ന് ഷൂരിയിലേക്കും ഷൂരിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുമുള്ള സമയം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. അപ്പോൾ മാനേജർ പറയുകയാണ് എന്തായാലും 2 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് ടൈഗറിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അതൊരു സർക്കസ് കമ്പനിയാണ്. അവിടെ നിന്ന് ടൈഗറിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ 2 മണിക്കൂറത്തേക്ക് ആവശ്യം മതിയെങ്കിൽ 2 ദിവസം കൊണ്ട് എന്തായാലും തിരിച്ച് വരികയും പോവുക ചെയ്യാമല്ലോ. അതുകൊണ്ട് ടൈഗറിനെ ഒരു കേജിലാക്കിയിട്ട് ഒരു കൂട്ടിനുള്ളിലാക്കിയിട്ട് ഒരു ലോറിയിൽ സെൻഡ് ചെയ്യാമെന്ന് മാനേജർ സമ്മതിക്കുകയാണ്. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അദ്ദേഹം അതിന് ശേഷം ഈ ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇവർ പോയതും ആവശ്യത്തിനാണ്. അപ്പോൾ ടൈഗറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാനേജർ അവരെ ഇൻവൈറ്റ് ചെയ്തു. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്? ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്? ഈ ആനിമലിനെ അല്ലെങ്കിൽ ഈ ടൈഗറിനെ ഈ ബാംബൂ ഗ്രൂവിലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഷോട്ട് എടുക്കാൻ ഈ ടൈഗറിനെ കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഐ കുഡിൻ ഹെൽപ്പ് ആസ്കിങ് എന്നത് ഇവിടെ ഹെൽപ്പ് എന്നത് സഹായമൊന്നുമല്ല. എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? സത്യത്രയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മാനേജരോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഈ ഷോട്ട് എടുക്കാൻ ഈ ടൈഗറിന് പറ്റുമോ, അല്ലെങ്കിൽ ടൈഗറിനെ കൊണ്ട് പറ്റുമോ?